എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും. അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും. ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ അനവധിയായി പെറ്റ് പെരുകുവിൻ. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ പുതിയൊരു യുഗത്തിൻ്റെ ആരംഭത്തിൽ മുമ്പില്ലാതിരുന്ന കുറേ പ്രമാണങ്ങൾ ദൈവം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മുമ്പില്ലാതിരുന്ന ചില സംവിധാനങ്ങളെ ദൈവം ആരംഭിക്കുന്നത് നമുക്കിവിടെ കാണാം. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമാണ്. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും കാണുന്ന പല സംവിധാനങ്ങളും ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മോട് വ്യക്തമാക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യ ഗവൺമെൻറ് എങ്ങനെ ആരംഭിക്കുന്നു, മനുഷ്യരുടെ നീതിന്യായ കോടതികൾ എങ്ങനെ ആരംഭിക്കുന്നു, അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മൃഗങ്ങളെ കൊല്ലുവാനും ഭക്ഷിക്കുവാനും അനുവാദം കൊടുത്ത ദൈവം മനുഷ്യനെ കൊല്ലുന്നത് നിഷിദ്ധമാക്കുകയാണ്, അതിനെ വിലക്കുകയാണ്, അതൊരു പാപമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വിശേഷപ്പെട്ടതാണ്. മനുഷ്യനെ വിശേഷതയുള്ളതാക്കുന്ന ഘടകം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. മറ്റ് സൃഷ്ടികളിൽ നിന്ന്, ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന അതിപ്രധാനമായിട്ടുള്ള ഘടകം മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായ വഹിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ സാദൃശ്യം വഹിക്കുന്നവനാണ് എന്നതാണ്. ആധുനിക സമൂഹം മനുഷ്യനെ ഒരു ജീവിയായി, ഒരു മൃഗമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. പരിണാമ ചങ്ങലയിലെ അവസാന കണ്ണിയായ ഒരു ജീവി, ഒരു മൃഗം എന്ന നിലയിലാണ് മനുഷ്യനെ ഇന്ന് പല ആളുകളും കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ മനുഷ്യന് നൽകുന്ന മൂല്യം, മനുഷ്യന് നൽകുന്ന ശ്രേഷ്ഠത, അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം പറഞ്ഞൊരു കാര്യമാണ്. മറ്റ് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ശരീരം ദൈവം അതിൽ നിന്ന് വ്യത്യസ്തമായി മണ്ണിൽ നിന്ന് മെനഞ്ഞ്, സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ് മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവം നടത്തിയ പ്രസ്താവനകൾ നമുക്കറിയാം. നമ്മുടെ ഛായയിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ്. ഒരു മൃഗങ്ങളെയും മറ്റൊരു ജീവജാലങ്ങളെയും ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ മനുഷ്യനെ കൊല്ലുന്നത് നിഷിദ്ധമാക്കിയ ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ കാണുമ്പോൾ ഒന്നാമതായിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അതിന് പകരം ചോദിക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ രക്തം ആരെങ്കിലും ചൊരിയിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ആരെങ്കിലും വധിച്ചാൽ ആ മനുഷ്യനോട് ദൈവം കണക്ക് ചോദിക്കും, ദൈവം അവന് പ്രതികാരം ചെയ്യും എന്നാണ് ദൈവത്തിൻ്റെ പ്രസ്താവന. അതിനുശേഷമാണ് മനുഷ്യർക്ക് ആ തെറ്റിന് നടപടിയെടുക്കുവാൻ, ആ തെറ്റിനെതിരെ നടപടിയെടുക്കുവാനും ശിക്ഷിക്കാനുമുള്ള അനുവാദം ദൈവം കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ രക്തം ആരെങ്കിലും ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും എന്ന് പറയുന്ന ഒരു പ്രമാണം ദൈവം അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഒന്നാമത് ദൈവം പറയുകയാണ്, ഞാൻ അതിന് പകരം ചോദിക്കുമെന്നാണ്. ഏത് പാപവും, മനുഷ്യർക്കെതിരെ നമ്മൾ ചെയ്യുന്ന തിന്മകൾ, അത് ഒരു വ്യാജമായിക്കൊള്ളട്ടെ, വഞ്ചനയായിക്കൊള്ളട്ടെ, കൊലപാതകമായിക്കൊള്ളട്ടെ, ഒന്നാമത് അത് ദൈവത്തിന് എതിരെയാണ് നാം ചെയ്യുന്നത്. ഏത് പാപവും ദൈവത്തിനെതിരെയുള്ള പാപമാണ്. അതിൻ്റെ കാരണം പാപം ചെയ്യുന്നവൻ ലംഘിക്കുന്നത് ദൈവം നൽകിയ പ്രമാണങ്ങളെയാണ്, ദൈവത്തിൻ്റെ നിയമത്തെയാണ്. ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്ന മനുഷ്യരോട് ന്യായവിധി നടത്തുവാൻ, അതിന് ശിക്ഷ വിധിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട് എന്നുള്ള കാര്യം നാം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ ആർക്കും ഇന്ന് താല്പര്യമില്ല. ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ സ്വീകാര്യമല്ല എന്നാണ് ഇന്ന് സമൂഹം പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ദൈവമാണ് മനുഷ്യൻ്റെ സൃഷ്ടാവെങ്കിൽ, മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ നിയമങ്ങൾ നൽകിയത്, ധാർമ്മിക പ്രമാണങ്ങൾ നൽകിയത് ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിന് മനുഷ്യൻ്റെ തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കാനായിട്ടുള്ള അധികാരവുമുണ്ട് എന്ന് നാം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അത് വാസ്തവമായ ഒരു കാര്യമായി തന്നെ ഇരിക്കുന്നു. ഇന്ന് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്ന ഒത്തിരി മനുഷ്യർ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. മനുഷ്യനെ കൊല്ലുന്ന എല്ലാവരെയും മനുഷ്യൻ്റെ കോടതികൾ, നീതിന്യായ വ്യവസ്ഥിതികൾ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, നമുക്ക് തന്നെ അറിയാം. പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകൾ മനുഷ്യർ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ്?
മനുഷ്യൻ്റെ കോടതിയിൽ നിന്ന് നാം രക്ഷപ്പെട്ടാലും, മനുഷ്യരുടെ കണ്ണിൽ നിന്ന്, മനുഷ്യരുടെ വിധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കുന്ന ദിവസത്തിൽ ദൈവം നമ്മുടെ കൊലപാതകങ്ങളുടെ കണക്ക് ചോദിക്കും. മനുഷ്യനെതിരെ നമ്മൾ പ്രവർത്തിച്ച തിന്മകളുടെ, പാപങ്ങളുടെ കണക്ക് ദൈവം ചോദിക്കുമെന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചാൽ വളരെ നന്നായിരിക്കും. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ രക്തം ചൊരിയിക്കുന്നവർക്കുള്ള ശിക്ഷയായി ദൈവം മരണശിക്ഷ നിശ്ചയിക്കുന്നത് കാണാം. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. വളരെ അപൂർവമായി മാത്രമേ ഇന്ന് നീതിന്യായ കോടതികൾ വധശിക്ഷ വിധിക്കാറുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ ഗൗരവമുള്ള ഒരു പാപം തന്നെയാണ്. അത്ര ഗൗരവമുള്ള വിഷയമായിട്ടാണ് ദൈവം ഈ ജീവൻ എടുക്കുന്നതിനെ കാണുന്നത്. ഇന്ന് മനുഷ്യർ ജീവനെ നശിപ്പിക്കുവാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് ഗർഭസ്ഥ അവസ്ഥയിൽ കൊല്ലപ്പെടുന്ന ശിശുക്കൾക്ക് യാതൊരു കൈയും കണക്കുമില്ല. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ശിശുക്കളാണ് ഓരോ ദിവസവും നമ്മുടെയൊക്കെ ചുറ്റുപാടും ഗർഭത്തിൽ വെച്ച് വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗർഭചിത്രം എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. പ്രിയമുള്ളവരെ, അത് പാപമാണ്, അത് തിന്മയാണ്, ദൈവത്തിൻ്റെ പ്രതികാരത്തിന് വിധേയമാകുന്ന പ്രവൃത്തിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഇനി ജനിച്ചു വീണ ശിശുവിനെ കൊല്ലുന്ന കാഴ്ചകൾ, പ്രായമായ മനുഷ്യരെ കൊല്ലുന്ന കാഴ്ചകൾ, കൊലപാതകത്തിൻ്റെ വാർത്തകൾ ഇന്ന് വാർത്തകളെ അല്ലാതെയായിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനിൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവ സാദൃശ്യത്തിൻ്റെ മൂല്യം അനുസരിച്ചാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്ര മൂല്യമുള്ളവനായി തീർന്നത്? മൃഗങ്ങളെ കൊല്ലുവാൻ ദൈവം അനുവാദം കൊടുത്തു, മനുഷ്യനെ കൊല്ലുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്: മനുഷ്യനിൽ ഒരു വിശേഷമായ, ഒരു പ്രത്യേകമായ ഒരു ഭാഗം കൂടി ദൈവം വെച്ചിട്ടുണ്ട്. അത് മനുഷ്യപ്രകൃതത്തോട് ദൈവം ചേർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. ദൈവത്തിൻ്റെ വിശേഷ ബുദ്ധി, വികാരങ്ങൾ, അതുപോലെ തന്നെ ഇച്ഛാശക്തി, തീരുമാനശേഷി, ആത്മീകത, മറ്റു മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത ഈ തരത്തിലുള്ള വിശേഷതകളൊക്കെ ദൈവം മനുഷ്യ അസ്തിത്വത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഇതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിക്കും മനുഷ്യൻ്റെ മൊറാലിറ്റിക്കും മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് മനുഷ്യനിലുള്ള ഈ ദൈവ സാദൃശ്യമാണ്, ഇമേജ് ഓഫ് ഗോഡാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ വീണുപോയി എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ മനുഷ്യനിലുള്ള ദൈവ സാദൃശ്യം നഷ്ടപ്പെട്ടു പോയില്ല. മനുഷ്യനിൽ ദൈവം വെച്ച ദൈവത്തിൻ്റെ ആ പ്രത്യേകതകൾ പാപം ചെയ്തതിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് കാണാം. വീഴ്ചയ്ക്ക് ശേഷവും മനുഷ്യനിൽ നമുക്ക് ഈ ദൈവ സാദൃശ്യം കാണാം. എന്നാൽ ഈ ദൈവ സാദൃശ്യത്തിൻ്റെ മുഴുവൻ സാധ്യതകളും ഇന്ന് മനുഷ്യനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മങ്ങലേറ്റിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദൈവ സാദൃശ്യം, ആ ദൈവ സാദൃശ്യത്തിൻ്റെ വിവിധ ഘടകങ്ങളായ ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയും ഒക്കെ മലിനമായിരിക്കുന്ന, ജീർണിച്ച അവസ്ഥയിലാണ് എന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പാപം മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ പ്രവേശിച്ചതോടുകൂടി ഈ ദൈവ സാദൃശ്യത്തിന് ഒരു മങ്ങലേറ്റു, അല്ലെങ്കിൽ അതിന് വൈകല്യം സംഭവിച്ചു എന്ന് പറയാൻ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾ മോശമായ നിലയിൽ മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തെറ്റായ തീരുമാനങ്ങൾ മനുഷ്യനെടുക്കുന്നു. ഇതെല്ലാം ഈ ദൈവ സാദൃശ്യത്തിനേറ്റ മങ്ങലുകളാണ്. എന്നാൽ നമ്മുടെ വലിയ പ്രത്യാശ എന്താണ്? ദൈവത്തിൻ്റെ രക്ഷാകരമായ പരിപാടി ദൈവം മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഈ മങ്ങലുകളിൽ നിന്ന്, ഈ വൈകല്യത്തിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കുവാനായിട്ടുള്ള പരിപാടിയാണ് ദൈവം ചെയ്തത്. യേശുക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യൻ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ, അവനൊരു പുതിയ സൃഷ്ടിയായി തീരുന്നു. കർത്താവ് എല്ലാം പുതുതാക്കി തീർക്കുന്നു. അവന് പുതിയൊരു ഹൃദയം നൽകുന്നു, പുതിയ ഒരു ചിന്താ രീതി നൽകുന്നു, പുതിയൊരു മനസ്സ് നൽകുന്നു. അവൻ്റെ ശരീരത്തെ തന്നെ പുതുക്കുവാനായിട്ടുള്ള പരിപാടി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഈ പാപശരീരത്തിന് മാറ്റം വന്നിട്ട് സകല ജീർണതകളിൽ നമ്മൾ വിടുവിക്കപ്പെട്ടിട്ട്
സമൂലമായ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടും എന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പരിപാടി. പ്രിയമുള്ളവരെ, ഈ ദൈവസാദൃശ്യം വഹിക്കുന്നവരാണ് നാം എന്നുള്ള കാര്യം നാം ഓർക്കണം. നാം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരിലും ഈ ദൈവസാദൃശ്യമുണ്ട്. അതുകൊണ്ട് ദൈവസാദൃശ്യം വഹിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു ദോഷം വരുത്തുവാൻ നമുക്ക് അനുവാദമില്ല. അത്തരത്തിൽ ശ്രദ്ധയോടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ ഈ മങ്ങലേറ്റ ദൈവസാദൃശ്യത്തിന് ഒരു പുതുക്കൽ പ്രാപിക്കാനായിട്ടുള്ള വഴിയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാ പരിപാടിയാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ ക്രൂശിലൊഴുക്കിയ ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഏത് വ്യക്തിക്കും അവനിലെ മങ്ങിപ്പോയ ദൈവസാദൃശ്യത്തെ കൂടുതൽ പ്രകാശമുള്ളതാക്കി തീർക്കുവാൻ, അതിനെ പുതുക്കുവാനുള്ള സാധ്യതയും അവസരവുമുണ്ട്. ദൈവം അതിനായി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.